കണ്ണൂരിൽ വ്യത്യസ്ത കൂടിച്ചേരൽ ഒരുക്കി വാട്സാപ്പ് കൂട്ടായ്മ. കണ്ണൂർ സിറ്റി സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഒത്തുചേർന്നത്. ഈ ഒത്തുചേരലിന് ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു. കണ്ണൂരിന്റെ പ്രത്യേകിച്ച് കണ്ണൂർ സിറ്റി എന്ന നാടിന്റെ സവിശേഷതയാണ് എണ്ണിയാൽ തീരാത്തത്രയും ചായക്കടികൾ. ഉന്നക്കായ, സമൂസ, കല്ലുമക്കായ, അരീരം, ഉണ്ണിയപ്പം, മിനിക്കോയിൽ നിന്ന് കണ്ണൂരിലേക്കെത്തിയ അർഫ്, അങ്ങനെ പറഞ്ഞാലും രുചിച്ചാലും തീരാത്ത അത്രയുമുണ്ട് കണ്ണൂരിന്റെ രുചി വിഭവങ്ങൾ. ഇവ പങ്കുവെക്കുന്നതിൽ പരം വലിയൊരു സ്നേഹപ്രകടനം ഈ നാട്ടിൽ ഇല്ലതാനും. അങ്ങനെ ഒരു പങ്കുവെക്കലും കൂടിച്ചേരലും നടന്നു കണ്ണൂർ ടൗൺ സ്ക്വയറിൽ. കൂട്ടായ്മ സംഘടിപ്പിച്ചത് കണ്ണൂർ സിറ്റി സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. ഈ കൂടിച്ചേരലിലും വ്യത്യസ്തതകൾ ഏറെ ഉണ്ടായിരുന്നു. ആദ്യത്തേത് അതിന്റെ പേരിലാണ്. പൊരുത്തപ്പെടിക്കൽ എന്നാണ് ഈ ഒത്തുചേരലിന് ഇവർ പേരിട്ടത്. അതിനൊരു കാരണവുമുണ്ട്. ലോകത്തുള്ള എന്ത് കാര്യവും ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയാകും. പലപ്പോഴും അത് ഭീകര തർക്കത്തിലാകും അവസാനിക്കുക. പക്ഷേ സൂര്യൻ അസ്തമിക്കും മുന്നേ ആ തർക്കം പരസ്പരം ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കും. മിക്കപ്പോഴും ഒരു ഗ്ലാസ് ചായയിലും ഒരു എണ്ണക്കടിയിലുമായിരിക്കും ആ തർക്കം തീരുന്നത്. ഇതിനെയാണ് ഇവർ പൊരുത്തപ്പെടിക്കൽ എന്ന് പേരിട്ട് വിളിക്കുന്നത്. കണ്ണൂർ സിറ്റിയിൽ 7 വർഷമായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് കണ്ണൂർ സിറ്റി സ്നേഹതീരം. അവിടെ നടന്ന സംവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഒരു പിണക്കം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊരുത്തപ്പെടിക്കൽ എന്നുള്ള ആ ഒരു പേരിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. വിപുലമായിട്ട് നടക്കുന്നത്. വളരെ വിപുലമായിട്ട് കടികളും മെമ്പർമാർ വീട്ടിൽ ഉണ്ടാക്കിയ കടികളെ കൊണ്ടാണ് ആഘോഷിക്കുകയാണ്. 475 അംഗങ്ങളുള്ള ഗ്രൂപ്പിലെ 130ഓളം പേർ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഒത്തുചേർന്നപ്പോൾ ഇത്തവണ പൊരുത്തപ്പെടലിനുള്ള പലഹാരങ്ങൾ ഇവർ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു. നമ്മൾ ഇതുപോലെ ഒരുപാട് ഒത്തുകൂടൽ നടത്തുന്നുണ്ട്. അതിലൊരു വ്യത്യസ്തമായ ഒരു ഒത്തുകൂടലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ വ്യത്യസ്ത പ്രായത്തിലുള്ള വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ വീട്ടിലെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ. സൗഹൃദത്തിനൊപ്പം ചൂട് കടികളും പങ്കുവെച്ച് പാട്ടും പറച്ചിലുമൊക്കെയായി 3 മണിക്കൂർ അവർ ആഘോഷമാക്കി. കഴിഞ്ഞ 7 വർഷങ്ങളായി ഈ കൂട്ടായ്മ ഇത്തരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സൂര്യന് കീഴിലുള്ള സകലതിനെക്കുറിച്ചും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചകൾ നടക്കും. അടിപിടി ഉണ്ടാവും, തർക്കങ്ങളുണ്ടാവും. എന്നാൽ ഇതിനെല്ലാം ശേഷം ഒരു പൊരുത്തപ്പെടിക്കലുണ്ട്. കണ്ണൂർ സിറ്റിയുടെ സ്വന്തം ഭക്ഷണ ഇനങ്ങളുമായി ഇവരിങ്ങനെ ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിച്ച് ആ തർക്കങ്ങളെല്ലാം അവിടെ അവസാനിപ്പിക്കും. ഇത് വേറിട്ട സൗഹൃദത്തിന്റെ ഒരു കാഴ്ചയാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.